ജീവിച്ച് കർത്താവ് ധന്യരാകുവാൻ പ്രിയ സഹോദരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അടുത്തത് അതിപ്രധാനമായ ശുശ്രൂഷയാണ്. ഇന്ന് പകൽ വസ്ത്രദാനത്താലും പ്രേയസമർത്താലും ഇവർ വിവാഹിതരാകാൻ പോകുന്ന സമയമാണ്. ആകിയാൽ പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ ശുശ്രൂഷ നിർവഹിക്കുന്നതിനായി കടന്നു വന്നിരിക്കുന്നത് റാന്നി വെസ്റ്റ് സെക്ഷൻ പ്രസിഡന്റ് കർത്താവദാസൻ പാസ്റ്റർ കെ സി ജേക്കബ് അവരുകളാണ്. പ്രിയ കർത്താവദാസനെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി മുന്നോട്ട് ക്ഷണിച്ചുകൊണ്ട് കൈമാറുന്നു. പ്രാർത്ഥനയുടെ ആയിരിക്കാം. ദൈവത്തിനെ സഹായിക്കും. ഈ വിവാഹ ശുശ്രൂഷയുടെ അധ്യക്ഷതയെ അനുഗ്രഹിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ കെ എസ് അലക്സ്, എനിക്ക് മുമ്പ് ദൈവത്തിൻ്റെ വചനം സൂക്ഷിച്ച കർത്താവദാസൻ മാത്യു പാസ്റ്റർ, സ്റ്റേജിൽ നിർദ്ദേശിച്ചായിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തന്മാർ, പ്രത്യേക ഇന്നത്തെ പ്രധാനപ്പെട്ട അതിഥികൾ പ്രിയ ആലീഷ്, ബെൻസി, ഇരുഭാഗത്തു നിന്ന് കടന്നു വന്നിരിക്കുന്ന ഫെഡറേഷൻ സെക്രട്ടറികൾ, മാതാപിതാക്കൾ, പ്രൊഫഷണൽ സെക്രട്ടറി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ധന്യനായ യേശുക്രിസ്തു നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആളുകൾ ആഗ്രഹിക്കുന്ന കർത്താവദാസൻ, പ്രിയ ആലീഷ്, അതിൻ്റെ കൂടെ ടീമിൽ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, മനായി, മറ്റു സഹോദരന്മാർ, എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. നമ്മുടെ എല്ലാം പടം നല്ല നിലയിൽ ഗ്രാഫിക്സ് ചെയ്യുന്ന വീഡിയോഗ്രാഫേഴ്സ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളെല്ലാവരും ഭക്ഷണത്തിന് ഇരിക്കുന്ന പോലെയാണ് ഈ മേശയോട് ചേർന്ന് മേശയോട് ശ്രദ്ധിച്ചായിരിക്കുന്നത്. കഴിയുമെങ്കിൽ ഒന്ന് കസേര തിരിച്ചത്. ഇതിന് ഇനി കുറച്ച് സമയമുണ്ട്. ഒരു 12 നമുക്ക് 1 മണിക്കത്തേക്ക് ഫുഡ് റെഡിയാവണം. ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കർത്താവദാസൻ അനീഷ്, എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് അനീഷിനെ പരിചയമാണ്. സംബന്ധിച്ചപ്പോൾ റാന്നി വെസ്റ്റ് സെക്ഷൻ്റെ CA ഡിപ്പാർട്ട്മെൻറ്റ്, യുവജനങ്ങളുടെ ഇടയിലുള്ള CA ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായും ട്രഷറായിട്ടും ഒക്കെ സേവനം അനുഷ്ഠിച്ച് വളരെ നല്ല നിലയിൽ തന്നെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുന്ന ഒരു ദൈവദാസനാണ് പ്രിയ അനീഷ്. എൻ്റെ ആത്മാർത്ഥമായ കണ്ടെത്തലിൽ പറഞ്ഞാൽ താനൊരു മിതഭാഷിയാണ്, ഒരു നല്ല ശാന്ത സ്വഭാവക്കാരനാണ്, നല്ല 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 സ്വഭാവം, സത്സ്വഭാവി എന്ന് പറയാവുന്ന നിലയിൽ തൻ്റെ ജീവിതത്തിലുണ്ട്. അധികം കയറി വാചകടിച്ച് വെള്ളം ഉണ്ടാക്കത്തില്ല. പറയുന്നതെല്ലാം അർത്ഥപൂർണമായ കാര്യങ്ങളായിരിക്കാം. തന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വിശ്വസ്തയോടെ ചെയ്യുകയും തനിക്ക് കിട്ടുന്ന നന്മയുടെ സിംഹഭാവവും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെലവഴിക്കുകയും താൻ ഏർപ്പെട്ടിരിക്കുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന് പല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു ദൈവദാസനാണ് അനീഷ്. സഭയുടെ പാസ്റ്റർ ഓർപ്പിച്ചു, സഭയിൽ ആരാധന ലീഡ് ചെയ്യുവാനും ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കാനൊക്കെ ദൈവം തൻ്റെ ദാസനെ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രസിഡന്റ് എന്ന നിലയിൽ വിവാഹ ശുശ്രൂഷ നടത്തുവാൻ കടന്നു വന്ന ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ പ്രിയ ബെൻസിയോട് പറയുകയാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭർത്താവിനെയാണ് കിട്ടാൻ പോകുന്നത്. ആത്മാർത്ഥമായി പറയാം, കാരണം അത്രയ്ക്ക് നല്ല സ്വഭാവത്തിനുടമയാണ് അനീഷ്. ബെൻസിയെ കുറിച്ച് കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചു. പിതാവ് കർത്താവിൻ്റെ വേലയിലായിരുന്നു. മാതാപിതാക്കൾ കർത്തൃവേല തികച്ച് നിത്യതയിൽ ചേർക്കപ്പെട്ടു. സഹോദരങ്ങളാണ് പ്രിയ പൈതലിനെ ഇവിടേക്ക് എത്തിച്ചത്. പ്രിയ സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനീഷിൻ്റെ പിതാവ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. മാതാവും സഹോദരങ്ങളും ഉള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ചില നിമിഷങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. ഭാര്യയും ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകണം. ഞാൻ ഇതിനകത്ത് ആദ്യം പറഞ്ഞ ഒരു ഭാഗമാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സ്നേഹിക്കുക. അനീഷിനോട് ഞാൻ ആദ്യം പറയുകയാണ്, തൻ്റെ അടുക്കൽ അല്പസമയത്തിന് ശേഷം ഭാര്യയാകാൻ പോകുന്ന ഈ സഹോദരി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടാൽ ഇന്ന് വരെ മറ്റാർക്കും കൊടുത്തതിനേക്കാൾ അപ്പുറത്തൊരു സ്നേഹം ബെൻസിക്ക് കൊടുക്കാൻ കഴിയണം. ആ ആഴത്തെ സ്നേഹിക്കാൻ കഴിയണം. ഒരു മറയുമില്ലാതെ, ഒരു തടസ്സങ്ങളും ഇല്ലാതെ ആഴത്തിൽ ബെൻസി സ്നേഹിക്കാൻ കഴിയണം. ബെൻസിയോട് പറയുകയാണ്, ഇന്ന് വരെ പലരെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, തനിക്കുള്ള അത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ആ സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ആഴത്തിൽ അനീഷിനെ സ്നേഹിക്കാൻ കഴിയണം. നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഇടയിൽ വേറൊരു ശക്തിക്ക് കയറാൻ കഴിയാത്തവണ്ണം, വേറൊരു ബന്ധങ്ങൾക്ക് കയറാൻ കഴിയാത്തവണ്ണം അത്ര ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയണം. ഞാൻ ഇന്നലെ ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ മറ്റൊരു വിവാഹത്തിൽ ഓർപ്പിച്ചതുപോലെ ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന 3 തരത്തിലുള്ള ആൾക്കാർ. ഒന്ന് ഇവരാണ്, ഇന്നിപ്പം സെക്കൻഡുകൾക്കുള്ളിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ. മറ്റൊന്ന്, എന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് എന്ന് പ്രതീക്ഷിച്ച് അതിനുവേണ്ടി ആഗ്രഹിച്ചോടെ ഇരിക്കുന്നു.
മൂന്നാമത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് അതിന്റെ എരിവും പുളിയും ഒക്കെ അനുഭവിച്ച് കുറച്ച് നാളുകളായി തഴക്കവും പഴക്കവും ഒക്കെ വന്ന പ്രിയപ്പെട്ടവർ, ശുശ്രൂഷയിൽ ഇറങ്ങി കുറെ വർഷങ്ങളായതുകൊണ്ട് പലരുടെയും കുടുംബജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സംസാരിക്കാനും ഒക്കെ കടന്നു പോകേണ്ടി വന്നപ്പോൾ പല സഹോദരിമാരും പറഞ്ഞു വന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ പൊന്നു പാസ്റ്ററെ, ഈ ഞങ്ങളുടെ അച്ചായൻ ശകലം പോലും എന്നോട് സ്നേഹമില്ല. സഹോദരിമാർ വളരെ ദുഃഖത്തോടെ പറയുകയാണ്, എന്നോട് സ്നേഹമില്ല. എന്നെ ശ്രദ്ധിച്ചാണ് ഞാൻ ഈ അച്ചായന്മാരെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ അച്ചായന്മാർ പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്റർ സ്നേഹമില്ലായിരുന്നതല്ല, ഞാൻ പിന്നെ സ്നേഹം അങ്ങോട്ട് പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഒത്തിരി അവൾ അറിയണ്ടെന്ന് ഓർത്തു. ഞാൻ ചോദിക്കുന്ന സഹോദര അച്ചായ, പിന്നെ ഇത് എന്ത് പ്രകടിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നേ? ഇപ്പൊ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഈ സമയത്ത് ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയണം. ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയണം. എത്രത്തോളം സ്നേഹം നിങ്ങളുടെ ഊട്ടിയുറപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം ആഴത്തിൽ, അത്രത്തോളം ബന്ധത്തിൽ സ്നേഹിക്കാൻ കഴിയണം. അതിനിടയിൽ ഒരു ശക്തിക്കും കഴിയുവാൻ കഴിയാത്തവണ്ണം ഹൃദയത്തിന്റെ അകത്തുനിന്ന് ഭയങ്കരമായ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ധന്യമായി തീരത്തുള്ളൂ. രണ്ടാമത് ദേവദാസൻ ഓർപ്പിച്ച ഒരു കാര്യം, രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങൾ പരസ്പരം വിശ്വസിക്കണം. അതിപ്പം നിങ്ങൾ ഓർത്തോണം, ഈ നിമിഷം അതിന് ബന്ധം കുറച്ചോണം. വിശ്വാസം എന്നത് നമ്മുടെ സ്പൈനൽ കോഡ് പോലെ ചെറിയൊരു രേഖയാണ്. ചെറിയൊരു പോറൽ വന്ന സംഗതി മാറി, ചെറിയൊരു സംശയം കയറിയാൽ മതി. അത് പിന്നെ പിശാച് പ്രിയപ്പെട്ടവരൊക്കെ ചേർന്ന് അതിനെ വലുതാക്കി വലിയ സംഭവമായി തീരും. അത് വരാതെ ഒരിക്കൽ പോലും നിങ്ങൾ നമ്മുടെ വിശ്വാസത്തിന് ഒരു കോട്ടം വരാതെ ആഴത്തിൽ വിശ്വസിക്കണം. മനുഷ്യനോട് ഞാൻ പറയുകയാണ്, തന്നെ പോലെ തന്നെ വിശ്വസിക്കണം. വിൻസിയോട് ഞാൻ പറയുകയാണ്, തന്നെ പോലെ തന്നെ ആഴത്തിൽ അനീഷിനെ വിശ്വസിക്കണം. വിശ്വാസത്തിന് ഒരു ചെറിയ പോറൽ നിന്നാണ് പല കുടുംബങ്ങളും തകർന്നു പോയിരിക്കുന്നത്. കുടുംബം തകർന്നു. പല ദേവദാസന്മാരും ഡൈവേഴ്സിന്റെ കേസുകളുടെ കണക്കുകളാണ് പല സ്റ്റേജുകളിലും പറയുന്നത്. ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്ന ആളല്ല. അങ്ങനെ പറയുന്നവരോട് ഞാൻ പിന്തിരിപ്പിക്കാൻ തയ്യാറാകുന്നുണ്ട്. കാരണം അതൊന്നും ഈ വേദി പറയേണ്ട വേദികളല്ല. പക്ഷെ കുടുംബം പലയിടത്തും തകർന്നു പോകുന്നുണ്ട്. കുടുംബജീവിതം പലയിടത്തും തകർന്നു പോകുന്നുണ്ട്. ഒറ്റ വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ, ഒരു ബെഡിൽ കിടക്കുമ്പോൾ തന്നെ, ഒറ്റ പുതപ്പിന്റെ കീഴിൽ കിടക്കുമ്പോൾ തന്നെ അവിശ്വസ്തയോടെ ആയിത്തീരുന്ന പലരുമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിനപ്പുറത്ത് പള്ളിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഹോദരൻ കല്യാണം കഴിച്ച് ആ സഹോദരനെ കുറിച്ച് പറയുന്നത് കൊതുകിനെ പോലും താൻ വന്നിട്ടില്ല, ഓടിച്ചു വിടത്തുള്ളൂ. അത്രയ്ക്ക് നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ താൻ വിവാഹം കഴിച്ച ഭാര്യയെ താൻ അടുത്ത കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി വിട്ടതാണ്. അവൾ പോയ വഴിക്ക് മറ്റൊരാളുമായിട്ട് ലോഹ്യമായി വന്നു. ഈ ഭർത്താവിന്റെ പുതപ്പിനകത്ത് തിരിഞ്ഞു കിടന്നിട്ട് അവൾ മൊബൈലിൽ കൂടി SMS അയച്ചു. അത് സംശയം തോന്നി അദ്ദേഹം ആ മൊബൈൽ എടുത്ത് മാറ്റിയപ്പോൾ ഈ ഭർത്താവിന്റെ അപ്പന്റെ മൊബൈൽ എടുത്ത് അതിലൂടെ അവൾ SMS അയച്ചു. അത് കണ്ടുപിടിച്ച ഭർത്താവിന് പിന്നെ നിയന്ത്രിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഏത്തക്ക ഉപ്പേരി ഉണ്ടാക്കാൻ അരിയുന്നത് പോലെ അവൻ ആ ഭാര്യയെ വെട്ടിനുറുക്കി കളഞ്ഞു. നമുക്ക് കേരളത്തിൽ അറിയാവുന്ന കാര്യമാണ്. ഇന്ന് അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി പല സ്ഥലങ്ങളിലുണ്ട്. എങ്കിലും അദ്ദേഹത്തിന് നാട്ടുകാർ മുഴുവൻ കണ്ട കൈ കൊടുക്കും, നീ നല്ല മനുഷ്യ, നീ നല്ലൊരു പയ്യനാ. പക്ഷെ അവൻ കൊലപാതകം ചെയ്തു പോയി. എന്താ കാരണം അറിയാമോ? ഒരു അവിശ്വസ്തത വന്നതാണ് ജീവിതത്തിൽ. ഈ ഇന്ന് സ്റ്റേജിൽ ഇരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോടും എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരോട് ആത്മാർത്ഥമായി ഓർമ്മിക്കട്ടെ, നമ്മുടെ ഇടയിൽ ഒരു ചെറിയ അവിശ്വസ്തതയ്ക്ക് പോലും ഇടവരുത്തരുത്. കുടുംബജീവിതം ആഴത്തിൽ ബന്ധമുള്ളതായിരിക്കണം. നമ്മുടെ എല്ലാ കൈവശം ഇന്ന് എല്ലാവരുടെ കയ്യിൽ മൊബൈലുണ്ട്. ഒന്നിന് രണ്ടുള്ളവരുണ്ട്. അതെല്ലാം ഈ ടച്ച് സ്ക്രീനിന്റെ സംഭവങ്ങളാണ്. ജസ്റ്റ് നമ്മൾ വിരൽ കൊണ്ട് ഇങ്ങനെ തോണ്ടിയാൽ ഇത് മാറി വരും. ഇതിനൊക്കെ ലോക്ക് ഇടുന്നവരുണ്ട്, രഹസ്യ കോഡിട്ട് ലോക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഓർപ്പിക്കട്ടെ, അനീഷിന്റെ മൊബൈൽ അങ്ങനെ ഉണ്ടെങ്കിൽ, ഞാൻ കണ്ടിട്ടില്ല അനീഷിന്റെ മൊബൈൽ, ഉണ്ടാവുമല്ലോ. അനീഷ് BSNL വലിയ ആളാണ്, ഫ്രീസർ. അപ്പം മൊബൈലിന്റെ ലോക്ക് വിൻസിക്ക് അറിയാത്തൊരു ലോക്ക് ഇനി ഉണ്ടാകുന്നത്. വിൻസിയുടെ മൊബൈലിൽ അനീഷിന് അറിയാത്തൊരു ലോക്ക് ഉണ്ടാകുന്നത്. നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു മറയുമില്ലാത്ത ഒരു ബന്ധമുണ്ടായിരിക്കണം. എന്ത് രഹസ്യം നിങ്ങൾ രണ്ടുപേരും അറിയാത്ത ഒരു ബന്ധം ഉണ്ടാക്കുന്നത്. അത്രയ്ക്ക് ആഴത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയണം. ചെറിയൊരു രംഗം ഞാൻ ആത്മാർത്ഥമായി പറയുക, തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു പോറൽ സംഭവിച്ചാൽ പലരും ഇവിടെ ഇരിപ്പുണ്ട്. എന്നെ കേൾക്കുന്ന പലരോടും ആയിട്ട് എനിക്ക് പറയാൻ കഴിയുന്നുണ്ട്. പലരുടെ ഇതിനകത്തിരിപ്പുണ്ട്. ചെറിയൊരു പോറൽ സംഭവിച്ചതുകൊണ്ട്, അവിശ്വാസത്തിന് ചെറിയ കോട്ടം വന്നതുകൊണ്ട് പിന്നെ അതിൽ നേരെയാക്കി എടുക്കാൻ കഴിയാത്ത പലരും ഇതിനകത്തുണ്ട്. അത് വരരുതേ. ആഴത്തിൽ വിശ്വസിക്കാൻ കഴിയണം തന്റെ ഭാര്യയെ. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ചെറിയ വേണേ പറഞ്ഞേക്കാം, നമ്മളിൽ പലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞു നിങ്ങളുടെ പുള്ളിക്കാരനെ അവൻ അങ്ങനെ ഒരു ചെറിയ കാര്യം കേട്ടു,
അത് പറയുമ്പോൾ പറയണം, എനിക്ക് എൻ്റെ ഭർത്താവിനെ അറിയാം, എനിക്ക് എൻ്റെ ഭാര്യയെ അറിയാമെന്ന് പറയാൻ കഴിയുന്നതെണ്ണം നമുക്ക് നമ്മളെ കുറിച്ച്, നമ്മുടെ പ്രിയപ്പെട്ടവളെ കുറിച്ച്, നമ്മുടെ പ്രിയപ്പെട്ടവനെ കുറിച്ച് പറയത്തക്ക ഒരു നല്ല ബന്ധമുണ്ടായിരിക്കണം. ഒരിക്കലും ഒരു അവിശ്വസ്തയുടെ കാര്യം വരുന്നത്. ആഴത്തിൽ വിശ്വസിക്കാൻ നമുക്ക് കഴിയണം, ആഴത്തിൽ വിശ്വസിക്കണം. മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അനീഷിനോടാണ്. അനീഷെ തന്റെ ജീവിതത്തിൽ ഒരുപാട് നൊമ്പരങ്ങളൊക്കെ സഹിച്ച ഒരു കുഞ്ഞാണ്. തന്റെ പിതാവും മാതാവും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിനൊക്കെ ശേഷം അതിന്റെ മുറിവുകളും വേദനകളും തന്റെ ജീവിതത്തിലൊക്കെ വന്ന് ഈ സ്റ്റേജിൽ ഏറ്റവും ആഴത്തിൽ സ്നേഹിക്കാൻ വേണ്ടി നിന്റെ അടുക്കൽ എത്തിയിരിക്കുക. ആഴത്തിൽ നീ കരുതണം. നിന്നെ പോലെ തന്നെ എന്നോട് ചേർത്ത് വെച്ചിരിക്കണം. ദൈവത്തിന്റെ ദാസൻ ആ ഭാഗം ആഴത്തിൽ വിശദീകരിച്ചതായിട്ട് ഞാൻ പറയുന്നില്ല. എടുത്തത് മാറിലെ അസ്ഥിയാണ്. ആ അസ്ഥി ആ വാരിയിൽ നിന്ന് അല്പം വളവുള്ളതാണ്. അത് താടിയിൽ നിന്നല്ല, തലയിൽ നിന്നല്ല എടുത്തേക്കുന്നത്, മാറിലെ ചെമറോട് ചേർത്ത് വെക്കണം. ഇനി ഹല്ലേലൂയ, അനീഷിന്റെ മാറിൽ നിന്ന് പോയ ഒരു വാരിയിലാണ് വിൻസി. അതുകൊണ്ട് വിൻസിക്ക് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ ഓർത്തോണം, അനീഷിന്റെ അടുത്തോട്ട് പോകണമെന്ന് തന്നെയാണ് കറക്റ്റ്. കാരണം അനീഷിന്റെ മാറിൽ നിന്ന് വാരിയ ഒരു വാരിയല്ല, അവിടോട്ട് തന്നെ പോകണമെന്ന്. എന്തെങ്കിലും ഒരു ദുഃഖം വരുമ്പോൾ മാറോട് ചേർത്ത് പിടിക്കാൻ കഴിയും. ഞാൻ നിന്റെ കൂടെ, ഞാൻ നിന്റെ കൂടെ എന്ന് പറയാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. ആ ഹൃദയം ഭയങ്കരമായി പിടഞ്ഞ് വികസിക്കും. ആ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരിക്കും. ആഴത്തിൽ ഒരു കരുതൽ കൊടുക്കുവാൻ നമുക്ക് കഴിയണം. പലപ്പോഴും ഇത് കഴിയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ കുഞ്ഞുങ്ങളും ഇന്ന് ഈ വിവാഹത്തിന് കടന്നു വന്നിട്ടുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശരീരത്ത് ഒരു മാരകമായ രോഗം പിടിച്ചു. കേരളത്തിൽ ആദ്യമായിട്ട് ഡെങ്കിപ്പനി ഉണ്ടായ സമയത്താണ് അവിടെ ശരീരത്തിൽ ഡെങ്കിപ്പനി പിടിച്ചു. ആദ്യമൊക്കെ കാണിച്ച ഹോസ്പിറ്റലിലൊക്കെ അവർ കൊണ്ടുവെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവല്ലയിലുള്ള മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഡെങ്കിപ്പനിയായിരുന്നു. ഡെങ്കിപ്പനിയുടെ അതിന്റെ കടുപ്പത്തിലെത്തി. ബ്ലഡിന്റെ ക്ലോട്ടിംഗ് കൊണ്ട് വെറും 5000-ലെത്തി. 1.5 ലക്ഷം തൊട്ട് 3 ലക്ഷം വരെയാണ് ക്ലോട്ടിംഗ് കൊണ്ട് വേണ്ടത്. വെറും 5000-ലെത്തി. മെഡിസിൻ വിഭാഗത്തിൽ നിൽക്കുന്ന ജെസ്സി ഡോക്ടർ ഐസിയുനകത്തേക്ക് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മെഡിക്കൽ സയൻസ് പ്രകാരം ഈ കക്ഷിയിൽ രക്ഷപ്പെടത്തില്ല. ആംബുലൻസ് ചാർജ് തരുവാനോ ഹോസ്പിറ്റലിൽ ഫീസ് തരുവാനോ ഒന്നും നിൽക്കേണ്ട, പെട്ടെന്ന് രക്ഷിക്കാമെങ്കിൽ രക്ഷിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടുവയ്ക്കും. ഇത് പറയുന്നതിന് മുമ്പ് 2 ബ്ലഡ് ഇവിടെ ബ്ലഡിന്റെ പ്ലേറ്റ്ലെറ്റ് ഇവിടെ ശരീരത്തിൽ കയറ്റി കഴിഞ്ഞു. ഈ സമയത്ത് ഇവിടെ ബ്ലഡിന്റെ ക്ലോട്ടിംഗ് കൊണ്ട് 5000-ലാണ്. കൊണ്ടുപോകുമെങ്കിൽ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. പക്ഷേ ഡോക്ടർ പറഞ്ഞു, എന്റെ പഠിപ്പനുസരിച്ച്, എന്റെ വിദ്യാഭ്യാസം അനുസരിച്ച് ഈ സഹോദരി രക്ഷപ്പെടത്തില്ല. ഞാൻ വളരെ തകർന്നുപോയി. ഈ ഐസിയുനകത്ത് ബെഡിന്റെ തൊട്ടടുക്കലേക്ക് ഞാൻ എന്റെ കൂടെ നിന്ന് ദൈവദാസനെ പിടിച്ച് കൊണ്ടുവന്ന് നിന്നിട്ട് അവിടെ ഞാൻ വലിയ വായിക്കരഞ്ഞു, പ്രാർത്ഥിച്ചു. ഞങ്ങൾ പെട്ടെന്ന് ആംബുലൻസ് കയറ്റി. ആംബുലൻസ് ഞങ്ങൾ കൊണ്ടുപോവുകയാണ് 80 കിലോമീറ്റർ സ്പീഡിൽ. ഈ മുകളിൽ ലൈറ്റ് ഒക്കെ ഇട്ട് അലാറമൊക്കെ മുഴക്കി അതിഭയങ്കര സ്പീഡിൽ ആംബുലൻസ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ എന്നോട് ഡോക്ടർ പറഞ്ഞ വാക്കുകളും എന്നോട് ഇടപെടാൻ തുടങ്ങി. എന്റെ അടുക്കൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവൾ എന്നെ വിട്ടു മാറുകയാണ്. പോകുന്ന വഴിയോരെത്തി ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ആയുസിന്റെ മധ്യം വെച്ച് എന്നെ വേർപിരിക്കരുത്. എനിക്കിനിയും വേണമെങ്കിൽ ഇതിനേക്കാൾ സുന്ദരിയായ ആരോഗ്യവതിയായ ഒരു സ്ത്രീയെ കിട്ടും. പക്ഷെ എന്നെ ഇതുപോലെ മനസ്സിലാക്കിയ, എന്നെ ഇതുപോലെ അറിഞ്ഞ ഒരു സ്ത്രീയെ ഇനി എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് എന്നെ ആയുസിന്റെ മധ്യം വേർപിരിക്കരുത് പറഞ്ഞു. കോട്ടയം കോടിമത പാലത്തിലേക്ക് ആംബുലൻസ് കയറുന്ന സമയത്ത് പെട്ടെന്ന് ഈ ആംബുലൻസിനകത്തേക്ക് ശാന്തത ഉണ്ടായി. ഒരു സൂചി വീണാൽ കേൾക്കാൻ അത്രയ്ക്ക് നിശബ്ദത ഉണ്ടായ സമയത്ത് എന്റെ കാതിൽ ഒരു ശബ്ദം കേട്ടു, മോനെ, ഞാൻ നിനക്ക് വേണ്ടി ക്ലൈമാക്സിൽ പ്രവർത്തിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നിമിഷം ദൈവശക്തി ഇറങ്ങി വന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ദൈവം സൗഖ്യമാക്കി. കഴിഞ്ഞ 21 വർഷമായിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ ദൈവം നൽകി. വളരെ സോഷ്യലായിട്ട് കൂട്ടുകാരെ പോലെ ഞങ്ങളുടെ ജീവിതം നയിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചതിന്റെ കാരണം, ഹല്ലേലൂയ, ജീവിതത്തിൽ തകർച്ചകൾ നേരിടാം. ഇന്ന് കാണുന്ന ഈ സൗന്ദര്യം ചിലപ്പോൾ അടുത്ത ദിവസം കണ്ടെന്ന് വരത്തില്ല. ഇന്ന് കാണുന്ന ആരോഗ്യം ചിലപ്പോൾ അടുത്ത ദിവസം കാണുന്നു വരത്തില്ല. ഇന്ന് കാണുന്ന ഈ അന്തരീക്ഷങ്ങളൊന്നും, ഈ സ്റ്റേജ്, നല്ല ഗായക സംഘം, ഈ നല്ല അന്തരീക്ഷങ്ങളൊന്നും അടുത്ത ദിവസം കാണുന്നില്ല. നിങ്ങൾ ഒറ്റയ്ക്കാകുന്ന ഒരു ഘട്ടം വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഇല്ലാത്ത ഒരു സ്ഥിതി ജീവിതത്തിൽ വന്നേക്കാം. ആ സമയത്തും പട്ടിണിയാണെങ്കിൽ അത് നമ്മൾ ഒരുമിച്ച്, ദുഃഖമാണെങ്കിൽ നമ്മൾ ഒരുമിച്ച്, സന്തോഷമാണെങ്കിൽ ഒരുമിച്ച്, അങ്ങനെ ഒരുമിച്ച് നിന്ന് കരുതുവാൻ ഹല്ലേലൂയ നമുക്ക് കഴിയണം. നിങ്ങൾക്ക് അങ്ങനെ കഴിയണം മോനെ. അതിന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ അത് ഓർപ്പിക്കുകയാണ്. ഞാൻ മകൾ പ്രിൻസിയോട് ഓർപ്പിക്കുന്നു. മോളെ, ജീവിതത്തിൽ ഭാരങ്ങളൊക്കെ വന്നെങ്കിലും സഹോദരങ്ങളൊക്കെ നിന്നെ സ്നേഹിച്ച് വളരെ നല്ല രാജകുമാരിയെ പോലെയാണ് നിന്നെ സ്റ്റേജിൽ എത്തിച്ചിരിക്കുന്നത്. ഞാൻ ആ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
ഓർപ്പിക്കുക, നാളെ എന്ത് തീരുമാനമെടുത്താലും അനീഷ് അറിയാതാകട്ടെ. എന്ത് കാര്യത്തിലും അനീഷിനെ കീഴ്പ്പെട്ട് അനുസരിച്ച് മാത്രമേ നിൽക്കാവൂ. ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുക, അല്പസമയത്തിന് ശേഷം നമ്മൾ ആ ശുശ്രൂഷയിലേക്ക് നീങ്ങുന്നതിന് മുമ്പേ ഓർപ്പിക്കുന്നു, അനുസരിക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ, കീഴ്പ്പെടാൻ കഴിയുന്നെങ്കിൽ മാത്രമേ സഹോദരൻ അനീഷിന് കൈ കൊടുക്കാവൂ. അല്ലെങ്കിൽ മുഴുവൻ പിന്മാറും. കാരണം അനുസരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പലയിടത്തും പ്രശ്നം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പ്രസംഗിച്ചു പറഞ്ഞു, ആദ്യമൊക്കെ ഞാൻ പറയും, അവള് കേൾക്കും, പിന്നെ അവള് പറയും, ഞാൻ കേൾക്കും, ഇപ്പൊ ഞങ്ങൾ രണ്ടുകൂടെ പറയും, നാട്ടുകാരെ മൊത്തം കേൾക്കുന്നു. അങ്ങനത്തെ സ്ഥിതിയാണ് പല കുടുംബത്തിലും വരുന്നത്. അത് വരരുത്. തീർച്ചയായിട്ടും എന്ത് ജീവിതയാത്രയിൽ വന്നാലും അനീഷ് എന്ത് പറഞ്ഞാലും യെസ് എന്ന് പറയാൻ കഴിയും. നിങ്ങൾ ഒരുമിച്ച് പബ്ലിക്കിൽ ഒരു കാര്യം പറഞ്ഞാൽ അതാ ഞാൻ എൻ്റെ അഭിപ്രായം ഒന്നുമില്ല, പുള്ളി ഇങ്ങനെ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറയരുത്. ഞങ്ങളുടെ തീരുമാനമാണ്, ഞങ്ങളുടെ തീരുമാനം. ഒരുമിച്ച് കീഴ്പ്പെട്ട് അനുസരിച്ച് ആ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനോട് ചേർന്ന് നിൽക്കാമെങ്കിൽ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാലത്ത് ശക്തമായ ദൈവപ്രവൃത്തി ചെയ്യാൻ പറ്റും. ദൈവത്തിന്റെ കയ്യിൽ ഉപകരണമായി നിങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റും. നിങ്ങൾ ആയിത്തീരണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ഓർപ്പിക്കുകയാണ്. പലപ്പോഴും അത് കഴിയാത്തതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. മുന്നോട്ടുള്ള വരുന്ന കാലത്ത് ചിലപ്പോൾ ഞാൻ ഓർപ്പിക്കാറുണ്ട്, ഭാര്യയ്ക്ക് അതിന് സാലറി കിട്ടുന്ന, അതിൽ ജോലി ചെയ്യുന്ന, നല്ല സാലറി കിട്ടുന്ന ചില സഹോദരിമാർ, അവരവർക്ക് ഭർത്താവിനേക്കാൾ അല്പം കൂടെ സാലറി കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തോ, എനിക്ക് എന്റെ കയ്യിൽ ഇഷ്ടംപോലെ ഇൻകം ഉണ്ട്, എനിക്കെതിരെ ഇങ്ങനെ അനുസരിക്കേണ്ട കാര്യം അല്ല. എത്ര നമ്മുടെ കയ്യിൽ വന്നാലും എന്തെല്ലാം മഹത്വം നമുക്ക് പറയുവാനുണ്ടെങ്കിലും ബൈബിളിന്റെ നിയമം അനുസരിച്ച്, ദൈവത്തിന്റെ വചനം ശക്തമായി അനുസരിക്കുന്നത് ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ട് അനുസരിച്ചിരിക്കണം. അത് കേൾക്കുവാൻ എന്നെ കേൾക്കുന്ന സഹോദരിമാരോടൊക്കെ ഞാൻ ദൈവത്തിന്റെ ദാസനെന്ന് ഓർപ്പിക്കട്ടെ. അനുസരിക്കുവാൻ, കീഴ്പ്പെടുവാൻ നമ്മൾ തയ്യാറായാൽ അതിന്റെ ഏറ്റവും പ്രയോജനം നമ്മുടെ കുടുംബത്തിനാണ്, നമുക്ക് ജനിക്കുന്ന തലമുറയ്ക്കാണ്. നമ്മുടെ തലമുറകളിൽ ഹല്ലേലൂയ അനുസരിക്കേണ്ടി വരുന്നെങ്കിൽ ഓർത്തോ, അത് നമ്മളെയാണ്. ഏറ്റവും കൂടുതൽ എനിക്കറിയാം, എന്റെ മകനും എന്റെ മകളും ഏറ്റവും കൂടുതൽ എന്റെ പ്രസംഗം കേൾക്കുന്നവരാ. എന്റെ പ്രസംഗം ഞാനെന്ന് പ്രസംഗിച്ചേച്ച് അടുത്ത ദിവസം റോങ് ആയിട്ടൊരു കാര്യം കാണിച്ചാൽ ആദ്യം അവരെ ചോദ്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്റെ പ്രസംഗം കേൾക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെ പോലെ, എന്നെ വീക്ഷിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെ പോലെ നിങ്ങളെ വീക്ഷിക്കുന്ന നിങ്ങൾക്ക് ദൈവം നൽകാൻ പോകുന്ന തലമുറകളായിരിക്കാം. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ നിങ്ങളെ വീക്ഷിക്കുന്നത് നിങ്ങളുടെ തലമുറയാണ്. നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കുടുംബം കെട്ടിപ്പണിയുവാൻ, നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട തലത്തിൽ നമുക്ക് എത്തുവാൻ അതായി തീരുമാനാകട്ടെ. ഞാൻ സാധാരണ വിവാഹ വേദികളിൽ പറയുന്ന ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ ഓർപ്പിക്കുന്ന ഒരു ചെറിയ ചരിത്ര കഥ പറഞ്ഞ് ഞാൻ ആ വചന ശുശ്രൂഷ ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ അറിയപ്പെട്ട ഒരു നല്ല കുടുംബം, ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം. അപ്പനും അമ്മയും 2 മക്കളും. മൂത്തത് മകളാ. ഈ മകളെ ഒരു കുടുംബം ഭയങ്കര സോഷ്യലായി ജീവിക്കുന്നവരുണ്ട്. ഒരിക്കൽ പോലും മോളെ ഒന്ന് അടിക്കേണ്ട വന്നിട്ടില്ല, ഒരിക്കൽ പോലും വഴക്ക് പറയേണ്ട വന്നിട്ടില്ല. അത്രയ്ക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ. നല്ല മാർക്കോടെ പാസ്സായ കുട്ടി ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി വിട്ടു. എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി പോയി പഠിത്തം വിജയിച്ചു. പഠിത്തത്തിന്റെ തുടക്ക സമയത്ത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ പാർക്കുന്ന ഹോസ്റ്റൽ റൂമിനകത്ത് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. വീട്ടിലോട്ട് അത്രയും സീരിയസ് ആയിട്ട് പറയാൻ കഴിയാത്തതുകൊണ്ട് വീട്ടിലോട്ട് പറഞ്ഞു, ഞാൻ പാർക്കുന്ന മുറിയിൽ ഒരു ചെറിയ തീപിടുത്തം ഉണ്ടായി, ദൈവം വിടുവിച്ചു, ചെറിയ പൊള്ളലൊക്കെ ഉണ്ടായിരുന്നു, വിടുവിച്ചു എന്ന് പറഞ്ഞു. വീട്ടുകാർ സ്തോത്രം, നോക്കൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല. കുറെ കാലങ്ങൾ കഴിഞ്ഞ് അവൾ വീട്ടിൽ വന്നപ്പോൾ കാണിച്ചു, കയ്യെ പൊള്ളിയ പാട് കാണിച്ചു. ചെറിയൊരു പൊള്ളൽ മാത്രം, ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ. സഭയിൽ എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞു. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. ദൈവം പൈതൽ വിടുവിച്ച് തോർത്തു ദൈവത്തെ സ്തുതിക്കാനായിട്ട്. കാലങ്ങൾ പിന്നോട്ട് പോയി. എഞ്ചിനീയറിംഗ് പഠനം മൊത്തം പൂർത്തീകരിച്ചു. പഠിത്തമെല്ലാം കഴിഞ്ഞു, എല്ലാ സബ്ജക്റ്റ് കിട്ടി, എല്ലാം പാസ്സായി. കുഞ്ഞ് നാട്ടിൽ വന്നു. കുഞ്ഞിന് വിവാഹം ആലോചിക്കുന്ന ആ തലത്തിലേക്ക് എത്തിയപ്പോൾ പല വിവാഹബന്ധങ്ങൾ പല സ്ഥലങ്ങളിലും ഈ പപ്പൻ പറഞ്ഞതനുസരിച്ച് വരുന്നുണ്ട്. വന്ന സമയത്ത് ഈ കുട്ടി ഒരു ഫോട്ടോ പപ്പായെ കാണിച്ചു. പപ്പ, ഞാൻ നിർബന്ധിക്കുന്നുമല്ല, ഈ ഫോട്ടോയിൽ കാണുന്ന ഈ പയ്യനെ കണ്ടു. ഇത് ഞാൻ പഠിച്ച കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടിയാണ്. സുന്ദരനാണ്, ആരോഗ്യവാനാണ്, ഇപ്പോൾ വിദേശത്ത് ജോലിയാണ്. അപ്പൊ ഈ തയ്യാറാണെങ്കിൽ ഇദ്ദേഹത്തെ നമുക്ക് ആലോചിക്കാം. മോളെ, ഇന്ന് വരെ തന്നെ വഴക്ക് പറയേണ്ട വന്നിട്ടില്ല. ഇന്ന് പറഞ്ഞ് നീ എടുത്തൊരു തീരുമാനത്തെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. നീ കൊണ്ടുവന്ന ഈ തീരുമാനം നല്ലതാണ്, അതെന്തായിരുന്നാലും നമ്മൾ അംഗീകരിക്കുന്നു. അങ്ങനെ ഈ വരന്റെ പിതാവിനെ വിളിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അവർ വിദേശത്ത് നിന്ന് വരുന്ന ആ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നുണ്ട് എങ്കിൽ ബാക്കി എല്ലാ ഫോണിലൂടെയും ഓൺലൈനായുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ട് വിവാഹ നിശ്ചയത്തിന് വേണ്ടി ഡേറ്റ് തീരുമാനിച്ചു. വിവാഹ നിശ്ചയത്തിന് വേണ്ടി എല്ലാം ഓഡിറ്റോറിയം റെഡിയാക്കി, സ്റ്റേജ് റെഡിയായി, എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അതും അവളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ആൾക്കാരും വന്നിരിക്കുകയാണ്. വരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, പെട്ടെന്ന് വില കൂടിയ ചില കാറുകൾ സൈഡിൽ വന്നു നിന്നു.
എല്ലാവരും ശ്രദ്ധിച്ചവിടെ നോക്കുമ്പോൾ ഒരു കാർ കൂട്ടുകാർ ഓടിച്ചെന്നവന്റെ കാർ തുറന്നു. ഒരു പയ്യൻ ഇറങ്ങി, സൂട്ടും കോട്ടും ഇട്ടിട്ടുണ്ട്, ഷൂ ഇട്ട് സുന്ദരനായ ഒരു പയ്യൻ ഇറങ്ങി വരികയാ. ഈ അപ്പൻ താഴെ പോട്ട് നോക്കിയപ്പോൾ ഈ ചെറുക്കന്റെ മുഖത്തേക്ക് നോക്കി അപ്പൻ പകച്ചുപോയി. പെൺകുട്ടിയുടെ പിതാവ് പകച്ചുപോയി. ഇതെന്താ ലക്ഷണം? ഇതെന്താണ് സംഭവിക്കുന്നത്? കൈകൾ നോക്കിയപ്പോൾ കൈകൾ മുഴുവൻ പൊള്ളി വെന്തിരിക്കുക, മുഖം മുഴുവൻ പൊള്ളി വെന്തിരിക്കുക. പിതാവ് പെട്ടെന്ന് മോളെ മുഖത്തേക്ക് നോക്കിയിട്ട്, മോളെ ഇതെന്താ നീ കാണിച്ചത്? നീ എനിക്ക് കാണിച്ച ഫോട്ടോയിൽ? അതെ അപ്പ, അതെ. പാസ്റ്റർ രക്ഷപ്പെടാൻ തുടങ്ങി. വന്നിരുന്ന ജനം പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പരിപാടി, ഞങ്ങൾ എഴുന്നേറ്റ് പോകും, എല്ലാവരും പോകാൻ വേണ്ടി ഒരുങ്ങി. പെൺകുട്ടി പറഞ്ഞു, പാസ്റ്റങ്ങളെ എനിക്കൊരു വാക്ക് പറയാൻ അവസരം എന്താ, എന്നിട്ട് നിങ്ങൾ വയ്ക്കോ. അവൾ ഓടി സ്റ്റേജിലേക്ക് കയറി ചോദിച്ചു, ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഫസ്റ്റ് ഇയറിൽ ഞാൻ പാർക്കുന്ന റൂമിനകത്ത് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. എന്റെ മുറിക്കകത്ത് തീപിടുത്തം ഉണ്ടായി. എന്റെ മുറിയിൽ തീ ആളി കത്തുന്ന സമയത്ത് ഈ യുവാവ് ആ ഡോറിന്റെ വാതിലൂടെ വരികയായിരുന്നു. അകത്ത് തീ കടിക്കുന്നത് കണ്ട് ഡോർ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറിയിട്ട് എന്നെ വലിച്ച് പുറത്തെറിഞ്ഞു. എന്നെ പുറത്തെറിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ വെന്തുപോയി. ഇദ്ദേഹത്തിന്റെ മുഖം പൊള്ളിപ്പോയി, കൈകൾ പൊള്ളിപ്പോയി, ശരീരം പലതും പൊള്ളിയതാണ്. എന്റെ ശരീരം ഒന്നും പൊള്ളിയിട്ട്, എന്റെ മുഖം പൊള്ളിയിട്ടില്ല, എന്റെ കൈകൾ പൊള്ളിയിട്ടില്ല, എന്റെ ശരീരത്തൊന്നും പൊള്ളലില്ല. ഈ കയ്യിൽ ഒരു ചെറിയ പാട് വന്നതേ ഉള്ളൂ. പക്ഷേ എന്റെ ഈ ശരീരം പൊള്ളാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം പൊള്ളി. അദ്ദേഹത്തിന്റെ മുഖം പൊള്ളിയത് കൊണ്ടാണ് എന്റെ മുഖം പൊള്ളാതിരുന്നത്. അദ്ദേഹത്തിന്റെ കൈകൾ പൊള്ളിയത് കൊണ്ടാണ് എന്റെ കൈകൾ പൊള്ളാതിരുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ വെന്തത് കൊണ്ടാണ് എന്റെ ശരീരം വേഗാതിരുന്നത്. ഇനി പാസ്റ്റർ പറ, എന്റെ പപ്പ പറ, ഈ എനിക്ക് വേണ്ടി വെന്തുപോയ ഈ സഹോദരനെ വിട്ടേച്ച് ഞാൻ മറ്റൊരു യുവാവിനെ സ്വീകരിക്കണം? ഒരു നിമിഷം നിശബ്ദമായി നിന്നിട്ട് പപ്പ പറഞ്ഞു, മോനെ നീ എടുത്ത തീരുമാനം കറക്റ്റാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ സുന്ദരന്മാരായി, സുന്ദരിമാരായി, ആരോഗ്യമുള്ളവരായി, കഴിവുള്ളവരായി ഈ സ്ഥലത്ത് വന്നപ്പോൾ കണ്ടാൽ ആളെല്ലാവരും തോന്നുമാറ്, വിരൂപമാറുമാറ് എന്റെ യേശു ക്രൂശിക്കപ്പെട്ടു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ കോമള രൂപയായിരുന്നു, പക്ഷേ അവന്റെ ശരീരം മുഴുവൻ പിച്ചി ചിന്തപ്പെട്ടു. ഞാൻ ക്രൂശിക്കപ്പെടേണ്ടടുത്ത്